ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ MEG 1 ബ്ലോക്ക് 1 ഓൾറെഡി യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് 3 ഇതിൽ ഓൾറെഡി ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, സോ വി കണ്ടിന്യൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് എക്സസൈസസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Describe the effect on 14th century life and literature of the following. First, the 100 Years' War. Second, the Peasants' Revolt. Third, the Black Death. The 100 Years' War. The 100 Years' War, 1337 to 1453, between England and France had a powerful impact on English society. The war brought early military success and national pride to England, especially after victories at Crecy and Poitiers. These successes strengthened patriotic feeling and helped develop a sense of national identity. However, the prolonged war severely drained the financial resources of the crown. Heavy taxation was imposed, which increased social tension and unrest. 1337 മുതൽ 1453 വരെ ബ്രിട്ടീഷ് രാജ്യമായ ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ദ 100 Years' War. ഇതിൽ എടുത്തു പറയാനായിട്ട് അവിടെ ഒത്തിരി സാഹചര്യങ്ങൾ, ആ സമൂഹത്തിൽ വന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എസ്പെഷ്യലി ക്രെസി, പോയിറ്റിയേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ, ഈ രാജ്യങ്ങൾക്കൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനങ്ങൾ സഹിക്കേണ്ടി വന്നു. എങ്കിൽ പോലും അവിടെ വലിയ മാറ്റങ്ങൾ പോസിറ്റീവായിട്ടും നടന്നു എന്നുള്ളതാണ്. അവർക്കൊരു നാഷണൽ ഐഡൻറ്റിറ്റി അവർക്ക് ലഭിച്ചു. അതേസമയം നെഗറ്റീവായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഒത്തിരി അവരെ ബാധിച്ചു എന്നുള്ളത് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹെവി ടാക്സേഷൻ, അതുപോലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷനായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു അത്. The war also weakened the feudal and chivalric system. Traditional chivalry based on knightly combat declined with the rise of infantry, archers, and local militias. The yeoman archer became more important than the mounted knight, which encouraged democratic forces in society. As a result, the old aristocratic values lost their importance and the middle classes gained influence. In literature, this change is reflected in Chaucer's realistic portrayal of people from different social classes. The war also exposed Chaucer to human suffering and cruelty, increasing his sympathy for the poor and helpless. ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ പിന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം വ്യക്തികൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നത്. ആദ്യമൊക്കെ കുതിരകളെ വെച്ചിട്ടൊക്കെ ആയിരുന്നു പടയോട്ടങ്ങൾ നടത്തിയത്. പക്ഷേ അതേസമയം ഇവിടെ മിലിറ്ററി ഒക്കെ വളരെ സ്ട്രോങ് ആയി, വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. കുറേയധികം ആൾക്കാർക്ക് ട്രെയിനിങ് ലഭിച്ചു. അങ്ങനെ ധാരാളം ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ സിസ്റ്റം ഒക്കെ മാറി എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. അതുകൊണ്ട് തന്നെ പഴയ പ്രഭുക്കന്മാർക്കൊക്കെ പ്രാധാന്യം കുറഞ്ഞു വന്നു. അപ്പോൾ മോഡേണിറ്റിയിലോട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മിഡീവിയൽ ആ ഒരു പീരിയഡിലോട്ട് മാറാൻ തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ചേഞ്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ഈ ഒരു മേഖലയിൽ. അതേസമയം ചൗസറിൻ്റെ പോലെ ലിറ്ററേച്ചേഴ്സ് എഴുതുന്ന റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിലെ ഫീലിങ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്, ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വ്യക്തികളെയും അടുത്തറിയാനും അവരുടെ സഫറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മളുടെ സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് രാജ്യം അവർക്ക് ഇൻഡിപെൻഡൻ്റായി
പക്ഷെ അതിലും മീതെ അവർ കഷ്ടപ്പാടുകൾ വെച്ചാൽ വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാറിന് വേണ്ടിയിട്ടുള്ള ഒരു പടയോട്ടം, അതിൻ്റെ സ്ട്രഗിൾസ്, സഫറിങ്സ് എല്ലാം നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്താണെങ്കിലും ഒത്തിരി അധികം ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഈ ചൗസറെ പോലെയുള്ള റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫീലിങ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുവറായിട്ടുള്ള, സഫറിങ് ആയിട്ടുള്ള, ആ ഹെൽപ്ലെസ് ആയിട്ടുള്ള ജനങ്ങളോടൊരു സിമ്പതിയാണ് ചൗസറിന് തോന്നിയത്. സെക്കൻഡ്ലി നമുക്ക് നോക്കാം ദ പെസൻസ് റിവോൾട്ട്. The Peasants' Revolt of 1381 was a major social uprising caused by poverty, oppression, and heavy taxation, especially the poll tax. The serfs and laborers were treated harshly, forced to pay unjust taxes, and denied basic freedoms. Under the leadership of Wat Tyler, the peasants rebelled, attacked London, and demanded social and economic justice. 1381 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇവിടെയാണ് പെസൻസ് റിവോൾട്ട് നടക്കുന്നത്. എന്താണ് ഈ പെസൻസ് റിവോൾട്ട്? ഇവിടെ സമൂഹത്തിലെ പോവേർട്ടി, ഓപ്പറേഷൻ, ഹെവി ടാക്സേഷൻ ഇതൊക്കെ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ പോൾ ടാക്സ് വളരെയധികം ജനങ്ങളുടെ മേലെ അടിച്ചമർത്തുന്ന ഒരു സംഭവമായിരുന്നു. അതേസമയം സമൂഹത്തിൽ ഇവർ ഫിനാൻഷ്യലി വളരെയധികം മോശപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അത്. ഈ സമയത്ത് പെസൻസിനോട്, സാധാരണക്കാരോട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടായിരുന്നു ഈ ടാക്സ് അടയ്ക്കാനായിട്ട് പറയുന്നതും അതുപോലെ അവരെ വളരെയധികം മോശമായിട്ട് അവരെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു സമയം കൂടിയാണത്. അതും അൺജസ്റ്റ് ആയിട്ടുള്ള ടാക്സ് ആയിരുന്നു ഇവരോട് അടയ്ക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നത്. വാട്ട് ടൈലറിൻ്റെ ലീഡർഷിപ്പോട് കൂടിയായിരുന്നു ഇവിടെ പെസൻസ് റിബൽ ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലണ്ടൻ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം അവർ സഫർ ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നീതി, ന്യായം, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. Though the revolt failed, it marked the first organized protest by the common people for freedom and dignity. It exposed the misery of the lower classes and weakened feudal control. In literature, this growing social awareness encouraged writers to focus on the lives of ordinary people. Chaucer's poetry reflects sympathy for individual poor characters, while Langland's Piers Plowman presents a powerful picture of social injustice and moral protest. ഈ റിവോൾട്ട് ഫെയിലാവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു റിവോൾട്ടിനെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി നമുക്ക് പഠിക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് ആണ്. അതും ഫ്രീഡത്തിന് വേണ്ടിയിട്ടും ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ വ്യക്തികൾ ആദ്യമായിട്ട് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റാണിത്. ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിവോൾട്ട് മുഖേന അവിടുത്തെ ലോവർ ക്ലാസ് ആയിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻ്റെ ഒക്കെ ആ ഒരു മുഖമൂടി അവർ സമൂഹത്തിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെത്രമാത്രം സഫറിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് മുഖേന ഇത് തുറന്നു കാണിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. ഇത് ഒരു സൈഡിൽ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെയാണെങ്കിലും ലിറ്ററേച്ചറിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടൻ്റായിരുന്നു. റൈറ്റേഴ്സിന് ഇത് അവർ കൂടുതലായിട്ടും ഇമോഷനാണ് അവർ പ്രാധാന്യം നൽകുന്നതെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനറി ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് റൈറ്റേഴ്സ് തയ്യാറായി. അവർ ലിറ്ററേച്ചറിലൊക്കെ പിന്നെ ഇവരെ കുറിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരനുഭവിച്ച വേദനകളെ കുറിച്ചിട്ടായിരുന്നു പിന്നെ റൈറ്റേഴ്സ് എഴുതാനായിട്ട് തുടങ്ങിയത്. തേർഡ് വൺ, ദ ബ്ലാക്ക് ഡെത്ത്. ദ ബ്ലാക്ക് ഡെത്ത് 1348 to 1409 was a devastating plague that killed nearly 1/3 of England's population. This massive loss of life created an acute shortage of labor. As a result, farmhands became highly valuable and could demand higher wages. This weakened feudal obligations and helped laborers gain greater freedom. 1348 മുതൽ 49 വരെയുള്ള ആ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ
അവസ്ഥയിലൂടെ ഇംഗ്ലണ്ട് കടന്നു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു രോഗം അവിടെയുള്ള ജനങ്ങൾക്ക് പിടിപെടുകയും അത് മുഖേന ഒരു പ്ലേഗാണത്, അത് മുഖേന അവിടുത്തെ ഒത്തിരി അധികം 1/3 ഓഫ് ഇംഗ്ലണ്ട്സ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇല്ലാതാകുന്ന, മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുകയായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ മരിച്ചു പോയതിന് ശേഷം ഇവിടെ ലേബേഴ്സ് ഇല്ല, ഒത്തിരി അധികം വർക്കേഴ്സിൻ്റെ ഒരു കുറവ് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിനെ ജോലിക്ക് ആൾക്കാർ വേണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഡിമാൻഡും കൂടി, അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ വേജസും കൂടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലേബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഇവിടെ വേജസ് കൂട്ടുകയാണ്, ലേബേഴ്സിന് ജോലിയും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇല്ലാത്തൊരവസ്ഥ പിന്നീട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം പിന്നീട് അവർക്ക് നല്ല ഒരു കാലഘട്ടം മീൻസ് ആ ഒരു ബ്ലാക്ക് ഡെത്തിന് ശേഷം ഇവർക്കൊരു നല്ല കാലാവസ്ഥയിലോട്ട് മാറുകയായിരുന്നു ലേബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. The plague also affected the church as many clergy died, leaving vacancies. New priests were appointed quickly, often without proper training, which weakened religious authority. This encouraged criticism of the church and inspired religious and moral writing. In literature, the Black Death deepened awareness of human suffering, mortality, and social inequality, influencing the realistic and compassionate tone found in Chaucer's works. അന്ന് ഈ ഒരു ബ്ലാക്ക് ഡെത്ത് പള്ളികളിലും അഫക്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ലൈഫിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒത്തിരി അധികം പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ അവിടെ പള്ളിയിലെ വികാരി അച്ഛന്മാരെ ധാരാളം മരിച്ചുപോയി. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ റീപ്ലേസ്മെൻറ്റ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ മരിച്ചുപോയ ആ പ്രീസ്റ്റുകൾക്ക് പകരം വേറെ പുതിയ പുതിയ പ്രീസ്റ്റുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി പേര് മരിച്ചു പോയില്ലോ. അപ്പോൾ അവർക്കൊക്കെ ട്രെയിനിങ് ധാരാളം കൊടുത്തതിന് ശേഷമാണ് ഒരു പ്രീസ്റ്റ് ആകുന്നത്. അപ്പോൾ ഒരു പ്രീസ്റ്റ് ഇനി ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിൽ കൂടെ പ്രീസ്റ്റായി അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ട്രെയിനിങ് അത്ര സഫീഷ്യൻ്റ്ലി ട്രെയിനിങ് ലഭിക്കാതെയാണ് പിന്നീടുള്ള ക്ലേർജി അപ്പോയിൻമെൻറ്റുകൾ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ക്രിറ്റിസിസം ചേർച്ചിനെതിരെ, റിലീജിയോസിറ്റിക്കെതിരെ നടന്നിരുന്നു. ഇനി ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ അവെയർനെസ്, ഹ്യൂമൻ സഫറിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവെയർനെസ് നൽകുകയാണ്, ആൾക്കാർക്ക് ഒരു ചിന്ത നൽകുകയാണ് ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച്, മോർട്ടാലിറ്റി, സോഷ്യൽ ഇനിക്വാലിറ്റി ഇതിനൊക്കെ കുറിച്ചിട്ട്. അതേസമയം കമ്പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോണും ചൗസേഴ്സിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. കൺക്ലൂഷൻ: Together, these three events transformed 14th century English life. They weakened feudalism, strengthened the middle class, encouraged social awareness, and shaped a literature marked by realism, സിമ്പതി ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. അപ്പോൾ ഈ 3 ഈവൻറ്റ്സ് ആണെങ്കിലും 14ാം സെഞ്ച്വറിയിൽ ഇംഗ്ലീഷ് ലൈഫിലെ 14ാം സെഞ്ച്വറിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഫ്യൂഡലിസത്തിന് ഒരു അവസാനവും പിന്നെ ഒരു മിഡിൽ ക്ലാസ്സിലോട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്തു. പിന്നെ സമൂഹത്തിൽ വന്ന അവെയർനെസ്, എസ്പെഷ്യലി ബ്ലാക്ക് ഡെത്ത് ഒക്കെ എന്ന് പറയുന്നത് അവെയർനെസ് ആണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ ലിറ്ററേച്ചറിലായാലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ച ഒരു സമയമായിരുന്നു ഈ 3 ഈവൻറ്റ്സും കൂടി നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ കോർട്ട്ലി ലവ്, ചിവാൽറി, വിമൻ ആൻഡ് മാരേജ്. Courtly love. Courtly love was a medieval concept of romantic love that developed in the courts of Europe during the 12th and 13th centuries. It idealized love as noble, refined, and spiritual rather than physical. In this tradition, a knight expression deep devotion and loyalty to a lady, usually of higher social rank, often married to someone else. The lover served his lady with humility, obedience, and respect, performing brave deeds to prove his worth.
മധ്യകാല യൂറോപ്പിൽ 12-13 നൂറ്റാണ്ടുകളിൽ വളർന്നു വന്ന ഒരു മനോഹരമായ പ്രണയ ആശയമാണ്, അല്ലെങ്കിൽ രാജകീയ കോടതികളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു പ്രണയ ആശയമാണ് ഈ കോർട്ട്ലി ലവ് എന്ന സങ്കല്പത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസെപ്റ്റിൽ ശാരീരികമായിട്ടുള്ളൊരു ബന്ധത്തിനേക്കാട്ടിൽ ഉപരിയായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹ പ്രണയം ആണ് ഈ കോർട്ട്ലി ലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമ്പ്രദായത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ വേറൊരാളുടെ ഭാര്യയായിരിക്കും ഇവിടെ ഈ ഒരു നൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു വീരൻ എന്നൊക്കെ നമുക്ക് പറയാം, ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നത്. പക്ഷെ ഒരു മഹത്തായിട്ടുള്ള സ്നേഹപ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കാട്ടിലും ഹൈ റാങ്കിങ് ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും പലപ്പോഴും സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ ഈ ലവറായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒത്തിരി അധികം എന്താ പറയുക, ഒബീഡിയൻസ്, ഒത്തിരി ബഹുമാനത്തോടു കൂടിയായിട്ട് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് അത്രയും വിനയത്തോടു കൂടിയൊക്കെയാണ് പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. Courtly love emphasized secrecy, emotional suffering, patience, and self-discipline. It greatly influenced medieval literature, especially lyric poetry and romance. Writers like troubadours and poets celebrated ideal beauty, longing, and emotional intensity. Though often unrealistic, courtly love shaped medieval ideals about romance and relationships. It helped refine social manners and introduce the concept of romantic love based on admiration and respect, which later influenced modern views of love and relationships. കോർട്ട്ലി ലവ് എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇമോഷണൽ സഫറിങ്സ്, പേഷ്യൻസ്, സെൽഫ് ഡിസിപ്ലിൻ, സീക്രസി ഇങ്ങനെയുള്ള ധാരാളം വാല്യൂസിന് പ്രാധാന്യം നൽകി. ഈ ഒരു കാര്യം പറയുമ്പോൾ എസ്പെഷ്യലി ട്രൂബഡേഴ്സ് പോലെയുള്ള ഒത്തിരി അധികം പോയറ്റ്സ് ഈ ഒരു ആശയം അവർക്കതൊരു എന്താ പറയുക, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ധാരാളം എഴുതാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെക്കുറിച്ച് ആൾക്കാർ വലിയ രീതിയിൽ ബോധവാന്മാരായിരുന്നു. അന്ന് പലപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് യാഥാർത്ഥ്യമാകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായി തോന്നിയിരുന്നെങ്കിലും പിന്നീട് മോഡേൺ വ്യൂസിൽ അല്ലെങ്കിൽ മോഡേൺ ഏജിൽ ഈ ഒരു കൺസെപ്റ്റ് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്നൊക്കെ പറയുന്നത് എന്താ ഒരു ബോസീവ് ലെവലിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അതേസമയം മോഡേൺ ഏരിയ ആയപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു റൊമാൻറ്റിക് ലെവൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു ആശയം എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, അല്ലേ? നമുക്ക് പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടി ടാസ്ക് അല്ല, കാര്യമായിട്ടുള്ള കാര്യമില്ല എന്നല്ല, ഡിഫിക്കൽട്ടി ടാസ്ക് അല്ല, മറിച്ച് അത് ഈസി ഗോ ആണ്. ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. Second one, chivalry. Chivalry was a medieval code of conduct that governed the behavior of knights. It combined ideals of bravery, loyalty, honor, courtesy, and service. A knight was expected to protect the weak, defend justice, show respect to women, and remain faithful to his lord and king. Chivalry also stressed religious devotion and moral discipline. Knights were trained to fight courageously in battles but were also required to behave politely in social life. ചിവൽറി എന്നത് മധ്യകാലഘട്ടത്തിലൊക്കെ ഈ വീരന്മാരുടെ അല്ലെങ്കിൽ ഈ നൈറ്റ്സ് എന്ന് പറയുന്ന അവരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അവർ ഒതുക്കിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടുണ്ട് അവർക്ക്, ആ ഒരു നിയമങ്ങൾക്കനുസരിച്ച് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് മൂല്യങ്ങളാണ് ബ്രേവറി എന്ന് പറഞ്ഞാൽ ധൈര്യം, ലോയൽറ്റി, ഓണർ, കേർട്സി ആൻഡ് സർവീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചിവൽറിയെ കുറിച്ചിട്ടാണ് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണേണ്ട കുറച്ച് മൂല്യങ്ങളാണിതൊക്കെ. ഒരു ചിവൽറിക്ക് കുറച്ചധികം ടാസ്കുകളുണ്ട്.
അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ബലഹീനരായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ നീതിക്ക് വേണ്ടി പോരാടണം. പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഈ പ്രഭുക്കന്മാരോട്, രാജാവിനോട്, ഇവരോടൊക്കെ ബഹുമാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വിശ്വസ്തയോടും കൂടിയിട്ട് പെരുമാറണം. മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ പറയുന്ന ചിവൽറീസ് അവർ വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട്, റെസ്പെക്റ്റോട് കൂടി, ഡിവോഷനോട് കൂടിയിട്ടൊക്കെ വേണം. പിന്നെ മോറൽ ഡിസിപ്ലിനൊക്കെ അവർ കൈവരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ പറയുന്ന ഈ ഒരു കൂട്ടം ജനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് ട്രെയിൻഡാണ് ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് ഇവർക്ക് ലഭിച്ചിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ യുദ്ധങ്ങളിലൊക്കെ ഇവർക്ക് ബാറ്റിൽസിലൊക്കെ പോരാടാനായിട്ട് കറേജിയസ്ലി. അതേസമയം ജീവിതത്തിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പൊളൈറ്റ് ആയിരിക്കണം. This code shaped medieval society by promoting discipline, loyalty, and ethical behavior among the warrior class. Chivalric ideals were widely celebrated in medieval romances and epics such as the tales of King Arthur and his knights. Though actual behavior often fell short of these ideals, chivalry created a model of noble conduct that influenced European culture and literature. Over time, it contributed to the development of modern ideals of gentlemanly behavior and honor. ഇനി ഇങ്ങനെ ഒരു ചിവൽറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു സമൂഹത്തിൽ, എസ്പെഷ്യലി വാരിയർ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം അവർക്ക് കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള വാരിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടി എന്താ പറയുക റൂഡായിട്ടുള്ള ആൾക്കാരാവാനാണ് സാധ്യത. പക്ഷേ ഇവർക്ക് ഇങ്ങനൊരു സിസ്റ്റം നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡിസിപ്ലിൻ, ലോയാലിറ്റി അങ്ങനെ ഒത്തിരി മോറൽ വാല്യൂസുകൾ അവർ സൊസൈറ്റിയിൽ പ്രകടമാക്കിയിരുന്നു. അതുപോലെ കിങ് ഏർതറും അദ്ദേഹത്തിൻ്റെ നൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒത്തിരി വായിക്കാനുണ്ട്. അപ്പോൾ അവിടുത്തെ ആ എപ്പിക്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മധ്യകാലഘട്ടത്തിലെ ആ റൊമാൻസസും അതൊക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോറൽ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ റൊമാൻറ്റിക് ലൈഫ് സ്റ്റൈലാവട്ടെ, അവരുടെ എഴുത്തുകളാവട്ടെ ഇതൊക്കെ പ്രകടനമാക്കിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിലെങ്കിലും ഈ ഒരു ബിഹേവിയറിന് അവരുടെ ശരിക്കുള്ള ഒരു ബിഹേവിയറിൽ ഒരു ചേഞ്ചൊക്കെ വരുമ്പോഴും അവർക്ക് പെട്ടെന്ന് ഈ ഒരു ആശയം നിലനിൽക്കുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് ഈ യാഥാർത്ഥ്യത്തിലോട്ട് അല്ലെങ്കിൽ ഈ അവരുടെ ആ മോറൽ വാല്യൂസ് അവർ കൈക്കൊള്ളണം, അല്ലെങ്കിൽ അത് അവർ മുന്നോട്ട് അവരുടെ ലൈഫിൽ അത് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത അവരിൽ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം പലപ്പോഴും അവർ നല്ല രീതിയിലായിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത് യൂറോപ്യൻ കൾച്ചറിലും ലിറ്ററേച്ചറിലും നമുക്ക് എടുത്തു പഠിക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ബിഹേവിയർ ഈ മോഡേൺ ഏജിൽ നമുക്ക് ആ മോഡേൺ ഐഡിയാസിലോട്ടുള്ള ഒരു മാറ്റത്തിൽ ഇത് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. Third one, women and marriage. In medieval society, the position of women and the institution of marriage were largely shaped by social, religious, and economic factors. Women generally had limited rights and were expected to obey their fathers and husbands. Marriage was often arranged for economic or political reasons rather than love. It served to strengthen family alliances and secure property. A woman's primary roles were managing the household, bearing children, and supporting her husband. മധ്യകാലഘട്ടത്തിലെ ഈ ഒരു മാരേജ് എന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അടിച്ചമർത്തപ്പെട്ട ജീവിത ശൈലിയായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ഒട്ടും തന്നെ ഫ്രീഡം ഒന്നും ലഭിക്കാത്ത ഒരു കാര്യമാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. കാരണം അവളുടെ ഒരു ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവളുടെ ഒരു ലിബർട്ടി ഒന്നും തന്നെ അവൾക്ക് ആസ്വദിക്കാനായിട്ട് ജീവിതത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഇത് എന്താ പറയുക, സൊസൈറ്റിയുടെ ഒരു ആവശ്യമാണ്, റിലീജിയസിൻ്റെ ഒരു ആവശ്യമാണ്, എക്കണോമിക് ഫാക്ടേഴ്സിന് വേണ്ടിയൊക്കെയാണ് ഒരു സ്ത്രീയെ അന്ന് ഈ ഒരു മിഡീവിയൽ ഏജിൽ വിവാഹം കഴിച്ചിരുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹം എന്നതിലൂടെ പ്രോപ്പർട്ടി സേവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അന്ന് വിവാഹം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ഫാദറിനെയും ഹസ്ബൻഡിനെയും അനുസരിക്കുക എന്നതിലുപരി അവൾക്ക് പ്രത്യേകിച്ച് ഫ്രീഡം ഒന്നുമില്ല, ധാരാളം ലിമിറ്റേഷൻസിൽ മാത്രം ജീവിച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, വിവാഹം കഴിക്കുന്ന ഓരോ സ്ത്രീകളും. പിന്നെ അവളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് തന്നെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ ഒരു വീട് അവൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പണികളും ചെയ്യണം. ആൻഡ് എസ്പെഷ്യലി കുട്ടികൾക്ക് ജന്മം നൽകുക, അവരുടെ ഡ്യൂട്ടീസും കൂടിയും ഇവളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. പിന്നെ അവളുടെ ഹസ്ബൻഡ് എന്ത് പറഞ്ഞാലും അനുസരിക്കുക, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കൺസെപ്റ്റ്. However, noble women sometimes enjoyed greater freedom and influence, especially in managing estates and patronizing literature and art. The church regarded marriage as a sacred bond and emphasized fidelity and duty. Though women had restricted independence, they played a vital role in family and social life. Literature of the period often idealized women through the concept of courtly love, portraying them as objects of devotion. Over time, attitudes toward women and marriage gradually evolved. എന്തൊക്കെ പറഞ്ഞാലും ചില ഹയർ ക്ലാസ്സിലുള്ള ചില സ്ത്രീകൾക്കെങ്കിലും ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി അവർക്ക് ലിറ്ററേച്ചറിലും ആർട്ടിലൊക്കെ അവർക്ക് ഒരു പരിഗണന നൽകിയിരുന്നു. പിന്നെ പറയുമ്പോൾ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ചർച്ച് ഈ ഒരു മാരേജ് എന്ന കൺസെപ്റ്റ് ഒരു സീക്രട്ട് ബോണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാഹം എന്ന കൺസെപ്റ്റിൽ കൂടെ ഫിഡലിറ്റി, ഡ്യൂട്ടി എന്നുള്ള വിശ്വസ്തതയ്ക്കും ഡ്യൂട്ടിക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ കൂടി കംപ്ലീറ്റ് ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോയിരുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എസ്പെഷ്യലി സമൂഹം കൊണ്ട് നടത്തിയിരുന്നത് സ്ത്രീകളാണ്. പക്ഷെ അവളുടെ മുഖം അല്ലെങ്കിൽ അവളുടെ പേരൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം കോർട്ട്ലി ലവ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ ഒരു ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് ദ പീരിയഡ് ഐഡിയലൈസ്ഡ് വിമൻ ത്രൂ ദ കൺസെപ്റ്റ് ഓഫ് കോർട്ട്ലി ലവ് എന്ന് നമുക്ക് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിറ്ററേച്ചറിൽ കോർട്ട്ലി ലവ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. What is the relationship between astrology and medicine in Chaucer's time? In Geoffrey Chaucer's time, astrology and medicine were closely connected. People in the Middle Ages strongly believed that the movements of the stars and planets influenced human life, health, and illness. Doctors used astrology to understand diseases, decide treatments, and chose the best time for medical procedures. Astrology was considered an important scientific subject and was taught in universities along with medicine. ജ്യോതിഷവും മെഡിസിനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്നാണ് ചൗസേഴ്സിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ചൗസേഴ്സിൻ്റെ സമയത്ത് ധാരാളം ആൾക്കാർ ഈ ജ്യോതിഷത്തിൽ എസ്പെഷ്യലി സ്റ്റാർസ്, പ്ലാനറ്റ്സ് ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു. അത് മനുഷ്യന്മാരുടെ ആൾക്കാരുടെ എന്താ പറയുക, അവരുടെ ഹെൽത്തിനെയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രോഗാവസ്ഥകൾ വരികയാണെങ്കിൽ അതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു അവർ പ്രവചിച്ചിരുന്നത്. എന്തിനേറെ പറയുന്നു, ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് പോലും ഈ ആസ്ട്രോളജി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്ന് മെഡിസിൻസ് തീരുമാനിച്ചിരുന്നതും എന്താണ് അസുഖം, എന്താണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ എല്ലാം, പോലെ ബെസ്റ്റ് ടൈം ഏതാണ് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങൾ പോലും ആസ്ട്രോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് പോലും തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ അസ്ട്രോളജി എന്നൊരു സബ്ജക്റ്റ് അവർ പഠിപ്പിച്ചിരുന്നു, എസ്പെഷ്യലി മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻസിന്. Medieval people believed that the human body was linked with the universe. Each planet was thought to control different parts of the body. For example, the moon governed the brain, Mars controlled blood, and Venus influenced the kidneys. Doctors studied a patient's horoscope to find the cause of illness and to predict recovery. They also used star charts to decide the correct time for bloodletting.
surgery or giving medicines, as they believed that wrong timing could be dangerous. മിഡീവിയൽ സമയത്തിൽ അവരുടെ വിശ്വാസപ്രകാരം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്ലാനറ്റും അത് ഹ്യൂമൻ ബോഡിയുമായിട്ട് അവർ കമ്പയർ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂൺ എന്ന് പറയുന്നത് ബ്രെയിനായിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. മാർസ് എന്ന് പറയുന്നത് ബ്ലഡിനെ കൺട്രോൾ ചെയ്തിരുന്നതായിരുന്നു. വീനസ് അത് കിഡ്നിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നതായിരുന്നു. മറ്റൊരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഡോക്ടേഴ്സ് ഓരോ പേഷ്യൻസിനെയും എടുക്കുമ്പോൾ അവർ ഹോറോസ്കോപ്പ് ഫൈൻഡ് ചെയ്തിട്ടാണ് എന്ത് തരം സിക്നെസ് ആണ് അല്ലെങ്കിൽ ഏത് രോഗമാണ് ഈ രോഗിക്കെന്നും അതിൻ്റെ റിക്കവറിയെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് പോലും. മറ്റൊരു കാര്യം, സ്റ്റാർ ചാർട്ട്സ് ഓരോ ഡോക്ടേഴ്സും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികൾ വരുമ്പോൾ അവരുടെ സർജറി, ബ്ലഡ് ലെറ്റിംഗ്, അതുപോലെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ ഏത് സമയത്തിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിഷപ്രകാരം ഏത് സമയത്തിലാണോ കൊടുക്കേണ്ടത്. തെറ്റായ നമ്മൾ ഈ ജ്യോതിഷം ഒക്കെ നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ സമയം, നല്ല സമയം, ദോഷ സമയം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ദോഷ സമയത്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഫലിക്കില്ല എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ആയിരുന്നു അന്ന് കണ്ടുവന്നിരുന്നത്. വൺ കോമൺ മെഡിക്കൽ പ്രാക്ടീസ് വാസ് ബ്ലഡ് ലെറ്റിംഗ്, where blood was removed to cure illness. Astrologers advised doctors about the proper day and hour for this treatment based on planetary positions. Similarly, medicines were prepared and given at times believed to be favorable according to astrology. The belief was the healing power of medicine would increase if given under the right planetary influence. ഒരു കോമൺ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസാണ് ഈ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്നത്. അത് ബ്ലഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് ക്യൂർ ആകും എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം സുഖമാകും എന്ന് വിശ്വസിച്ചിരുന്നു. ഇതിന് വേണ്ടിയിട്ട് അസ്ട്രോളജേഴ്സ് ഡോക്ടേഴ്സിന് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്തിരുന്നു. ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനറ്ററി പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട്. അതുപോലെ തന്നെയാണ് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നതിനൊക്കെ ഈ അസ്ട്രോളജി ബേസ് ചെയ്തിട്ടായിരുന്നു. In the Canterbury Tales, Chaucer humorously shows this connection through the character of the Doctor of Physic. The doctor carefully follows astrology in his medical practice and consults star movements before treating patients. Chaucer gently criticizes this blind faith in astrology and shows how some doctors used it to appear knowledgeable and professional. Astrology also helped explain diseases that had no clear cause. Since scientific knowledge was limited, people believed that illness was caused by bad planetary influence or imbalance in the body. Astrology provided comfort and explanation in uncertain situations. ചൗസറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വർക്കാണ് കാൻറ്റർബറി ടെയിൽസ്. അതിൽ വളരെ ഹ്യൂമറസ്ലി അദ്ദേഹം ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഇതാണ് ഒരു ഡോക്ടർ ഓഫ് ഫിസിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു വർക്കിൽ അദ്ദേഹം അസ്ട്രോളജി ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതും അതുപോലെ എന്താ പറയുക, ആ മെഡിക്കൽ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്ന ഈ സ്റ്റാർസിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ നോക്കിക്കൊണ്ട് കെയർഫുള്ളി വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർക്കിൽ കൂടെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് അന്നത്തെ ഡോക്ടേഴ്സിനെ ആയിരുന്നു. അവരെങ്ങനെയാണ് വെറുതെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒത്തിരി നോളജ് ഉണ്ടെന്ന് വെറുതെ കാണിച്ചു കൂട്ടുകയാണ്, അതേസമയം ഇതൊക്കെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസീസ് എന്താണ് എന്ന് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതേസമയം അതിൻ്റെ കോസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഈ സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് ഒട്ടും തന്നെ ഒരു സയൻറ്റിഫിക് നോളജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബാഡ് പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഓരോ അസുഖങ്ങളുടെ കാരണം എന്ന് അവർ വെറുതെ ഊഹാപോഹത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ കൂട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത് അത് മുഖേന അവർ വിശ്വസിച്ചിരുന്നു. മറ്റ് ചില കേസുകളിൽ വളരെ സിക്നസ് ഒക്കെ ഉള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്നും ഈ ഒരു രോഗത്തിന് ഒരു സൊല്യൂഷനെ കണ്ടെത്താനായിട്ട് സാധിക്കാത്ത സമയങ്ങളിലൊക്കെ അസ്ട്രോളജി ഒരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു കംഫേർട്ടായിട്ട് മാത്രം നിലനിന്നിരുന്നു. മരുന്നല്ല, അവിടെ ജസ്റ്റ് ഒരു സൊല്യൂഷനായിട്ടുള്ള ഒരു കംഫേർട്ട് വേർഡ്സുകൾ മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. In conclusion, astrology and medicine were deeply connected in Chaucer's time. Doctors depended on astrology to diagnose diseases, choose treatments, and predict outcomes. Though modern medicine no longer follows these beliefs, this connection shows how medieval people tried to understand health and illness using the knowledge and beliefs available to them. സോ ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാം, ചൗസേഴ്സിൻ്റെ സമയത്ത് മെഡിസിനും അതുപോലെ അസ്ട്രോളജിയും വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അസ്ട്രോളജി ആയിരുന്നു. എസ്പെഷ്യലി ടു ഡയഗ്നോസ് ഡിസീസസ്, രോഗങ്ങൾ കണ്ടെത്താൻ പോലും അവർ ഡോക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നിരുന്നത് അസ്ട്രോളജിയാണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ അതിന് ശേഷം വരുന്ന പ്രഡിക്ഷൻ പോലും ഈ അസ്ട്രോളജിയെ ആശ്രയിച്ചിട്ടായിരുന്നു നിന്നിരുന്നത്. അതേസമയം മോഡേൺ സയൻസിൽ നിലവിൽ ഈ ഒരു അസ്ട്രോളജിയും ഡോക്ടേഴ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സയൻസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് അല്ലേ. അതേസമയം നമുക്ക് ഒരു കാര്യം മറക്കാതിരിക്കുക അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അന്നും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, സിക്നെസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മാർഗങ്ങളും കണ്ടെത്തിയിരുന്നു. പക്ഷെ അവർ അസ്ട്രോളജി ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷേ ഇന്നും രോഗികളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ സയൻറ്റിഫിക് നോളജ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിൽ വ്യത്യാസമുണ്ട്. And finally, fourth question. Write short notes on the courtly romances, the Norman conquest, allegory, the alliterative revival. The courtly romances. Courtly romances were popular forms of medieval literature that focused on love, adventure, and heroic deeds. They usually told the stories of brave knights who went on dangerous quests to prove their courage and loyalty. These stories often included elements of courtly love, where a knight served and admired a noble lady. Magic, supernatural events, and mysterious lands were also common features. ദ കോട്ട്ലി റൊമാൻസ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അധികം പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലവ്, അഡ്വഞ്ചർ, അതുപോലെ തന്നെ നൈറ്റ്സിൻ്റെ ഹെറോയിക് ഡീഡ്സ് ആണ്. അവർ ഒത്തിരി അധികം അവരുടെ ലവേഴ്സിനെ അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. അവരത്രയും അതേസമയം അവർ കറേജിയസ് ആണ്, ലോയലാണ്, ഒത്തിരി അധികം എന്താ പറയുക മൂല്യങ്ങളുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക വ്യക്തിത്വങ്ങളുള്ള ഓരോ വ്യക്തികളായിരുന്നു ഈ കോട്ട്ലി റൊമാൻസിൽ കാണിച്ചിരുന്ന എസ്പെഷ്യലി മെയിൽസ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുറേ അധികം ഈവൻസുകളെയും മിസ്റ്റീരിയസ് ലാൻഡ്സൊക്കെ ഒരു കോമൺ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ഈ കോട്ട്ലി റൊമാൻസസിൽ കാണാവുന്നതാണ്. Courtly romances emphasized values such as honor, loyalty, bravery, and courtesy. Famous subjects included the legends of King Arthur and his knights, as well as stories of love and chivalry. These romances were written in verse and later in prose, making them popular among both nobles and common people. Courtly romances helped shape medieval ideals of heroism and love. They also influenced later literature by developing storytelling techniques and romantic themes that continue to appear in modern novels and poems. ഇനിയും ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Second one, the Norman conquest. The Norman conquest refers to the invasion and takeover of England in 1066 by William, Duke of Normandy, after his victory at the Battle of Hastings. This event brought major political, social, and cultural changes to England. The Normans replaced the Anglo-Saxon rulers and introduced a new system of government and land ownership. French became the language of the royal court, law, and literature, while English remained the
language of the common people. This led to the development of Middle English through the mixing of French and Old English. The Norman also introduced new architectural styles such as stone castles and churches. The conquest strengthened the feudal system and increased royal authority. Overall, the Norman conquest had a lasting influence on English society, language, culture, and literature, shaping the course of English history and literary development. ദി നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ 1066 വില്യം ഡ്യൂക്ക് ഓഫ് നോർമാൻഡി അദ്ദേഹം ഹേസ്റ്റിങ്സ് എന്ന ബാറ്റിൽ വിജയിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ ഏറ്റെടുക്കുന്നതാണ്. ഈ ഒരു ഇവൻറ്റിന് ശേഷം ഇംഗ്ലണ്ടിൽ പൊളിറ്റിക്കലി സോഷ്യലി കൾച്ചറലി വലിയൊരു മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട്. നോർമാൻസ് അവിടെ വന്നതോടുകൂടി ആംഗ്ലോ സാക്സൺ റൂളേഴ്സിനെ അവിടെ നിന്ന് മാറ്റുകയും മറിച്ച് അതിന് പുറമേ ആയിട്ട് അവരൊരു പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഗവൺമെൻറ്റിലും ലാൻഡ് ഓണർഷിപ്പിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇനി ഫ്രഞ്ച് എന്ന ലാംഗ്വേജ് അവിടെ റോയൽ കോർട്ടിലൊക്കെ ഫ്രഞ്ച് ലാംഗ്വേജിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. എസ്പെഷ്യലി ലോ, ലിറ്ററേച്ചർ, അങ്ങനെ എല്ലാത്തിലും ഫ്രഞ്ചിന് കൂടുതൽ പ്രാധാന്യം നൽകി. അതേസമയം ഇംഗ്ലീഷ് സാധാരണ ലോക്കൽ പീപ്പിളുടെ സംസാരിക്കാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് മാത്രമായി ഒതുങ്ങിക്കൂടി. ഈ ഒരു സംഭവം മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം അവരുടെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിന് കാരണമാക്കിയെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം മിക്സ്ചർ ഓഫ് ഫ്രഞ്ചും ഓൾഡ് ഇംഗ്ലീഷുമായിരുന്നു പിന്നെ അവിടുത്തെ കോമൺ ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. നോർമാൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്. എസ്പെഷ്യലി സ്റ്റോൺ കൊണ്ടുള്ള കാസിൽസും ചർച്ചസൊക്കെ അവരായിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ നോർമൻ കോൺക്വസ്റ്റിൽ കൂടെ എന്താ പറയുക, അവിടുത്തെ ഫ്യൂഡൽ സിസ്റ്റം കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ആവുകയും റോയൽ അതോറിറ്റി ഇൻക്രീസ് ആവുകയുമാണ് ചെയ്തത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നോർമാൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൊസൈറ്റി അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, ലിറ്ററേച്ചർ എല്ലാത്തിലും ഒരു ഷേപ്പ് നൽകിയിട്ടുള്ള ഒന്നാണ് ഈ നോർമാൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. ലിറ്റററി മേഖലയിൽ അവിടെ ധാരാളം ഡെവലപ്മെൻറ്റ് അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അലിഗരി. Allegory is a literary technique in which characters, events, and settings represent deeper moral, religious, or philosophical meanings. Instead of presenting ideas directly, writers use symbolic stories to teach lessons about life, virtue, and human behavior. In medieval literature, allegory was especially popular in religious and moral writings. Abstract qualities such as truth, justice, love, and death were often presented as characters. One of the most famous examples of allegory is Pious Plowman, which explores spiritual and social problems through symbolic characters and events. Allegory helped writers express complex ideas in a simple and engaging way. It also allowed them to criticize society safely by using symbols rather than direct statements. Through allegory, readers were encouraged to reflect deeply on moral values and spiritual truths. This technique played an important role in shaping medieval thought and literature. Allegory എന്ന് പറയുന്നത് ഒരു ലിറ്റററി ടെക്നിക്കാണ്. ഇവിടെ ക്യാരക്ടേഴ്സ്, ഈവൻറ്റ്സ്, സെറ്റിങ്സ് ഇതെല്ലാം തന്നെ ഒരു റിലീജിയസ്, മോറൽ, ഫിലോസഫിക്കൽ മീനിങ് നൽകുന്നതാണ്. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ റൈറ്റേഴ്സ് അവർ ഡയറക്റ്റായിട്ട് അവരുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അവർ സിംബോളിക് ആയിട്ടുള്ള മോറൽ സ്റ്റോറീസ് അതിൽ കൂടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ്, വെർച്യു, ഹ്യൂമൻ ബിഹേവിയർ ഈ തീംസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിംബോളിക്കലി ചെറിയ ചെറിയ സ്റ്റോറീസ്, സിമ്പിളായിട്ടുള്ള സ്റ്റോറീസൊക്കെ മുഖേനയായിരുന്നു അവർ ലെസൺസ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സിൽ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. എസ്പെഷ്യലി മിഡീവിയൽ ലിറ്ററേച്ചർ നമുക്ക് എടുക്കുകയാണെങ്കിൽ അലിഗരി എന്ന് പറയുന്നത് കൂടുതലായിട്ട് മോറൽ റൈറ്റിങ്സ് അല്ലെങ്കിൽ റിലീജിയസ് റൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിച്ചിരുന്നത്. അലിഗരിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പോലും ട്രൂത്ത്, ജസ്റ്റിസ്, ലവ്, ഡെത്ത് ഇതുപോലെയുള്ള മോറൽ ക്വാളിറ്റീസുകളായിരുന്നു.
അതുപോലെ മെഡീവിയൽ ഏജിൽ ഈ പറയുന്ന അലിഗരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? കൂടുതലായിട്ടും അലിഗരി ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? മോറൽ വാല്യൂസുകൾ പ്രസൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സൊസൈറ്റി ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ഈ പറയുന്ന അലിഗരി ഉപയോഗിച്ചുകൊണ്ട്. അലിഗരി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള സ്റ്റോറീസിലൂടെയൊക്കെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ദ അലിറ്ററേറ്റീവ് റിവൈവൽ. The alliterative revival was a literary moment in 14th century England that renewed the use of alliterative verse, a traditional poetic form from Old English literature. In the style, lines are linked by repeating initial consonant sounds. Writers returned to this native English tradition instead of using the French-influenced rhyming verse. The movement produced important works such as Sir Gawain and the Green Knight and Piers Plowman. These poems dealt with themes of morality, religion, chivalry, and social criticism. The alliterative revival reflected a growing sense of English identity and pride in native literary forms. It also showed a reaction against foreign influence and courtly styles. This revival helped preserve ancient poetic traditions while adapting them to new themes and concerns, contributing greatly to the richness and diversity of Middle English literature. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ട്രഡീഷണൽ ഫോമാണ് ഈ പറയുന്ന അലിറ്ററേറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അലിറ്ററേറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ അലിറ്ററേറ്റീവ് റിവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് പുതുക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവൈവൽ ആദ്യം എന്താ പറയുക, ഇതിൻ്റെ ഒരു തിരിച്ചുവരവെന്നൊക്കെ പറയില്ലേ, അതെന്ന് പറയുന്നത് 14th സെഞ്ച്വറിയിൽ നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ഇംഗ്ലണ്ടിൽ 14th സെഞ്ച്വറിയിൽ ലിറ്റററി മൂവ്മെൻറ്റിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തിയത് അലിറ്ററേറ്റീവിൻ്റെ റിവൈവലാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു അലിറ്ററേറ്റീവ് റിവൈവലിൻ്റെ വെച്ചാൽ അലിറ്ററേറ്റീവിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഓരോ ലൈൻസും ലിങ്ക് ചെയ്തിട്ടുള്ളത് ബൈ റിപ്പീറ്റിംഗ് ഇനീഷ്യൽ കൊൺസോണൻറ്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, ഇനീഷ്യലായിട്ടുള്ള കൊൺസോണൻറ്റ് സൗണ്ട്സുകളുടെ റിപ്പീറ്റേഷനാണ്. റൈറ്റേഴ്സ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സിലേക്കല്ല, മറിച്ച് ഈ ഒരു നേറ്റീവായിട്ടുള്ള ഇംഗ്ലീഷ് ട്രഡീഷനിലേക്കാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ധാരാളം വർക്ക്സുകൾക്ക് സ്കോപ്പ് നൽകിയ ഒരു മേഖലയായിരുന്നു. സർ ഗവൈൻ, അതുപോലെ ഗ്രീൻ നൈറ്റ് ആൻഡ് പിയേഴ്സ് പ്ലോമാൻ, ഇവരുടെയൊക്കെ വർക്ക്സുകൾ എന്ന് പറയുന്നത് തന്നെ ധാരാളം വർക്ക്സുകളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇനി ഈ പോയംസിൻ്റെ ഒക്കെ തന്നെ തീംസ് എന്ന് പറയുന്നത് മൊറാലിറ്റി, റിലീജിയൻ, ചിവാൽറി, അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു ഈ പോയംസിൽ കൂടുതലായിട്ടും റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഫോറിൻ ഇൻഫ്ലുവൻസ് ആൻഡ് കോർട്ട്ലി സ്റ്റൈൽസ് ആയിരുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു ഈ ഒരു അലിറ്ററേറ്റീവ് റിവൈവൽ എന്ന് പറയുന്നത്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു റിവൈവൽ മുഖേന ഏൻഷ്യൻറ്റ് പോയറ്റിക് ട്രഡീഷൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ന്യൂ തീംസും കൺസേൺസും ഒക്കെ തന്നെ നമുക്ക് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. അങ്ങനെ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകിയ ദ അലിറ്ററേറ്റീവ് റിവൈവൽ നമുക്ക് വളരെ മനോഹരമായിട്ട് പഠിക്കാനുള്ള ഒരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തതുണ്ട്, അല്ലെങ്കിൽ എനി ഫീഡ്ബാക്ക് യു ക്യാൻ കമൻറ്റ് മീ ഡൗൺ. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.